എന്തായിരുന്നു റിസൾട്ട് ഇങ്ങനെ വന്ന ടൈമിലുള്ള ആ ഒരു ഫീൽ എന്തായിരുന്നു, എങ്ങനെയായിരുന്നു രണ്ടുപേർക്കും? അക്കാഡമിക്കലിയുടെ ക്ലാസ്സസ് എല്ലാം വളരെ നല്ലതായിരുന്നു. ആൻഡ് എസ്പെഷ്യലി ദ റീകോൾ സെഷൻസ്, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഓസ്ട്രേലിയ ചൂസ് ചെയ്യാനുള്ള കാരണം എന്തായിരുന്നു നിങ്ങൾ മെയിൻ ആയിട്ട്? റീസൺ വാസ് എക്സ്പീരിയൻസ് വേണ്ടായിരുന്നല്ലോ എക്സാമിൽ. Hello everyone, welcome to Academically. Shiva this side, I'll be your host for the day. So as we all know, July 2024 CAPS results are out and most of our students have completely cleared this in the first attempt itself. നമ്മൾ നോക്കുകയാണെങ്കിൽ നാട്ടിൽ നിന്നും ഒരുപാട് കുഞ്ഞുങ്ങൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു എക്സാമിനേഷൻ. ആൻഡ് വി ഹാവ് വിത്ത് us today ജെലിൻ ആൻഡ് ജെനിഫർ. കേരളയിൽ തന്നെയുള്ള കുട്ടികളാണ്. They have cleared their examination in the first attempt itself. അവരുടെ എക്സ്പീരിയൻസ്, അവരെങ്ങനെയാണ് അവർ ഈ ജേർണി കണ്ടിന്യൂ ചെയ്തത്, വാട്ട് ഓൾ വേർ ദെയർ സിനാരിയോസ് അറിഞ്ഞിരിക്കാൻ കൂടെ വേണ്ടിയിട്ടാണ് we are taking this session today. So hi Jilin, hi Jennifer, thank you so much for joining. First of all, congratulations, a big achievement. It's just a beginning. ഇനിയും ഉണ്ട്, we have more milestones to be completed. Like we have discussed before as well, right? So എന്തായിരുന്നു റിസൾട്ട് ഇങ്ങനെ വന്ന ടൈമിലുള്ള ആ ഒരു ഫീൽ എന്തായിരുന്നു, എങ്ങനെയായിരുന്നു രണ്ടുപേർക്കും? എനിക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ടു ബി ഓണസ്റ്റ് ഞാൻ എക്സ്പെക്ട് ചെയ്തിരുന്നു ലൈക്ക് ക്ലിയർ ആവുന്നു. ബിക്കോസ് നമുക്ക് അക്കാഡമിക്കലിയുടെ ക്ലാസ്സസ് എല്ലാം വളരെ നല്ലതായിരുന്നു. ആൻഡ് എസ്പെഷ്യലി ദ റീകോൾ സെഷൻസ്, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. നമുക്ക് മോക്ക് ടെസ്റ്റും ഒക്കെ കണ്ടക്ട് ചെയ്തായിരുന്നു. മോക്ക് ടെസ്റ്റ് ഒക്കെ നമ്മുടെ ആ ഇതിൽ അപ്ലോഡഡ് ആയിരുന്നു LMS-ൽ. അതുകൊണ്ട് നമുക്ക് ഈ മോക്സിന്ന് ചോദിച്ചതും ഈ റീകോൾസിലുള്ള ക്വസ്റ്റ്യൻസും തന്നെ അത് മിക്കതും ചോദിച്ചത്. മാത്രമല്ല ഞാൻ എഴുതിയത് 3rd ഡേ ആയിരുന്നു. അപ്പോൾ ഈ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ഡേയിൽ വന്ന ക്വസ്റ്റ്യൻസ് മിക്കതും തന്നെയായിരുന്നു 3rd ഡേയിൽ. സോ എനിക്ക് പേപ്പർ 1 വാസ് വെരി ഈസി, പെട്ടെന്ന് അങ്ങ് തീർത്തു. പേപ്പർ 2 കുറച്ചുകൂടെ ആപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻസ് ആയിരുന്നു. സ്റ്റിൽ ഇറ്റ് വാസൻ ദാറ്റ് ബാഡ്, നന്നായിട്ട് ചെയ്യാൻ സാധിച്ചു. അപ്പൊ റിസൾട്ട് വരുന്നതിന് മുന്നേ ലൈക്ക് വി വെർ എക്സ്പെക്ടിങ് ഒരു പാസ് ആയിരിക്കും എന്ന് നമുക്ക് എക്സാം എഴുതുമ്പോഴേ നമുക്ക് അറിയാമായിരുന്നു. ജെനിഫറിനാണെങ്കിലോ? എനിക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോ ആക്ച്വലി 1 month ആയിരുന്നു. മുന്നേ എനിക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റില്ല. സോ 1 month തന്നെയാണ് ഞാൻ ഫുൾ എല്ലാം പഠിച്ചെടുത്തത്. പിന്നെ മോക്ക് ടെസ്റ്റ് ഉണ്ടാകുന്നത് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു. കാരണം മിക്ക ക്വസ്റ്റ്യൻസ് പേപ്പർ 1 ഉള്ളത് from all the mocks, all the questions. Most of the questions were from the mocks. So that helpful ആയിരുന്നു. പേപ്പർ 2 മാത്രം കുറച്ച് പറഞ്ഞ പോലെ ആപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻസ് ഉണ്ടാകുന്നുള്ളൂ. അതർവൈസ് വിത്ത് പ്രാക്ടീസ് ഇറ്റ്സ് ഈസി. Okay. Great. Apo, basically, to give an idea about them, since I know them, Jelin and Jennifer രണ്ടുപേരും പുഷ്പഗിരി കോളേജ് ഓഫ് ഫാർമസിയിലെ ഗ്രാജുവേറ്റ്സ് ആണ്. 2023 പാസ് ഔട്ട് ബാച്ച് ആണ്. PharmD ആണ് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. സോ ഐ തിങ്ക് ജെലിൻ എക്സാമിനേഷന്റെ പ്രിപ്പറേഷനും പരീക്ഷയും ഒക്കെ ഇന്ത്യയിൽ നിന്ന് തന്നെയാണ് ചെയ്തത്. ജെനിഫർ യു ഡിഡ് ഫ്രം ഔട്ട്സൈഡ്, റൈറ്റ്? ദുബായിലാണ് കംപ്ലീറ്റ് ചെയ്തത്. ഗ്രേറ്റ്. സോ ഇപ്പോ ഈ ഒരു എക്സാമിനേഷൻ അല്ലെങ്കിൽ ഓസ്ട്രേലിയ ചൂസ് ചെയ്യാനുള്ള കാരണം എന്തായിരുന്നു നിങ്ങൾ മെയിൻ ആയിട്ട്? റീസൺ വാസ് എക്സ്പീരിയൻസ് വേണ്ടായിരുന്നല്ലോ എക്സാമിൽ. സോ അതുകൊണ്ട് അത് മെയിൻ റീസൺ ആണ്. കാരണം ഞാൻ ദുബായിലാണ് കറന്റ്. സോ ഹിയർ PH എക്സാം 2 years എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ kind of valid also. You try the experience itself. So that's one main reason for opting CAPS and Australia for me. ജെലിൻ ആണെങ്കിലോ? ലൈക്ക് നമുക്കിതിന് എക്സ്പീരിയൻസ് വേണ്ട, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. മാത്രമല്ല നമുക്ക് ഈ സ്കോളർഷിപ്സും പ്രൊവൈഡ് ചെയ്തു അക്കാഡമിക്കലി ഇത് പഠിക്കാൻ വേണ്ടിയിട്ട്. സോ അതൊരു പ്ലസ് ഒരു പുഷായിരുന്നു ഞങ്ങൾക്ക് സ്കോളർഷിപ്പ് തരുന്നത്. സോ ഞങ്ങൾക്ക് ബാക്കി വേറെ ഒന്നും ചിന്തിക്കേണ്ട വന്നില്ല വാട്ട് നെക്സ്റ്റ് എന്ന്. ഇത് കഴിഞ്ഞ ഉടനെ ഞങ്ങൾ ജസ്റ്റ് ഡയറക്ട്ലി ഞങ്ങൾ ക്യാപ്സിന് പ്രിപ്പയർ ചെയ്യാനായിട്ട്.
അപ്പൊ ഒത്തിരി അത് ശരിയാണ്. ഒത്തിരി സ്പോട്ടിൽ പോകാണ്ട് ഈ പാത്രത്തിനെ പോകാം എന്നുള്ളൊരു നിങ്ങൾ രണ്ടുപേരും പ്രിപ്പയർ ചെയ്ത സമയത്ത് ബേസിക്കലി ഡിഫറെന്റ് മൊഡ്യൂൾസ് വരുന്ന അല്ലെങ്കിൽ കോമ്പണൻസ് വരുന്ന പരീക്ഷയാണ് ഇതില്. വിച്ച് വൺ വാസ് ദി ചലഞ്ചിങ് വൺ ഫോർ യു നിങ്ങൾ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരുന്ന ടൈമിൽ? എനിക്കെന്ന് വെച്ചാൽ എനിക്ക് ANS ഇച്ചിരി പാടായിരുന്നു. അല്ലാതെ ബാക്കി ലൈക്ക് ഓട്ടോണോമിക് നെർവസ് സിസ്റ്റം ഒഴിച്ച് പിന്നെ കാൽക്കുലേഷൻസ് ലൈക്ക് നമ്മൾ ഒരു എഫേർട്ട് ഇട്ട് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ജസ്റ്റ് കുറച്ച് കാര്യങ്ങൾ മെമ്മറൈസ് ചെയ്താൽ നമുക്ക് കാൽക്കുലേഷൻസ് ഒക്കെ ലൈക്ക് ഇറ്റ്സ് ഈസി. പിന്നെ അക്കാഡമിക്കലി നല്ല രീതിയിലാണ് പഠിപ്പിച്ചത്, അതുകൊണ്ട് നമുക്ക് അത്രയ്ക്ക് ഡിഫിക്കൽട്ടായിട്ട് തോന്നിയില്ല. ലൈക്ക് എവറിത്തിങ് വാസ് ഈസി. ലൈക്ക് അവര് ഒരു വാസ്റ്റ് ടോപ്പിക് അല്ല പഠിപ്പിച്ചത്. ലൈക്ക് ദേ നോ വാട്ട് ഇസ് ഇമ്പോർട്ടൻറ്റ് ഫോർ ദി എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ എന്താണ് ഇമ്പോർട്ടൻറ്റ്, അപ്പൊ അത് മാത്രമേ പഠിപ്പിച്ചുള്ളൂ. അതുകൊണ്ട് ഞങ്ങൾക്ക് ഇച്ചിരി കൺസൈസ് ആയിട്ട് അത് തന്നത് ഫുള്ള്. അതുകൊണ്ട് ഞങ്ങൾക്ക് അത് കവർ ചെയ്യാനായിട്ട് അത്ര ഡിഫിക്കൽട്ടായിട്ട് തോന്നിയില്ല. ലൈക്ക് ഇഫ് ഒരു ഗൈഡൻസ് ഇല്ലായിരുന്നെങ്കിൽ ഞങ്ങൾ എവിടുന്ന് പഠിക്കണം എവിടുന്ന് തുടങ്ങണം എന്നറിയാത്തൊരു സ്റ്റേറ്റ് ആയിരിക്കും. പക്ഷെ സിൻസ് നമുക്കൊരു ഗൈഡൻസ് ഉണ്ടോ, യു ഹാവ് ടു ജസ്റ്റ് ലേൺ ദിസ് പാർട്ട് ഫ്രം ഇന്നൊരു പോർഷൻ എന്നവർ പറയുമ്പോഴത്തേക്കിനും നമുക്കറിയാം ഓക്കെ ഇത്രയും സാധനം ഫോക്കസ് ചെയ്താൽ മതി, അതായത് ഈ ഹോൾ തിങ് പഠിക്കണ്ട. അതുകൊണ്ട് എവറിത്തിങ് വാസ് ലൈക്ക് നമുക്ക് ചെയ്യാം, നമ്മളൊരു എഫേർട്ട് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന പോലത്തെ ഒരു ഇതാണ്. സോ എവറിത്തിങ് വാസ് ഓക്കെ. നിങ്ങൾ രണ്ടുപേരും വർക്ക് ചെയ്തുകൊണ്ടാണോ പഠിച്ചത്, അതോ ജസ്റ്റ് പ്രിപ്പയർ ചെയ്യുമായിരുന്നു? എങ്ങനെ? ഞാൻ വർക്ക് ചെയ്തില്ല, ഞാൻ വർക്ക് ചെയ്യാൻ പോയില്ല, ഞാൻ പ്രിപ്പയർ ചെയ്യുമായിരുന്നു. പക്ഷെ ഐ വുഡ് സേ വർക്ക് ചെയ്താലും കുഴപ്പമില്ല, ലാസ്റ്റ് 2 months നമ്മൾ നന്നായിട്ടിരിക്കണം ഇതിനു വേണ്ടി പഠിക്കാനായിട്ട്. എന്നാൽ നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. ഞാൻ 2 months വർക്ക് ചെയ്യായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ 1 month ബ്രേക്ക് എടുത്തിട്ടാണ് ആ കൊണ്ട് ഫുൾ പഠിച്ചെടുക്കുമായിരുന്നു. കാരണം ജോലി ചെയ്ത സമയത്ത് 10 hours plus ആയിരുന്നു. So I didn't get time. So I took a break and then studied. ഓക്കെ. നമുക്ക് ഒരു വലിയൊരു മിത്ത്, എസ്പെഷ്യലി നമ്മുടെ നാട്ടില് എല്ലാവരുടെ ഇടയിലുള്ള ഒരു മിത്താണ് ഓൺലൈൻ ക്ലാസ് പഠിച്ചു കഴിഞ്ഞാല് ശരിയാവത്തില്ല എന്നുള്ള ഒരു കാര്യം. നമ്മൾ ക്ലാസ്സിൽ പോയിരുന്ന് പഠിച്ചാൽ അത് നിങ്ങൾ എസ്പെഷ്യലി നിങ്ങൾക്ക് അറിയാം, നിങ്ങൾ കോവിഡിന് മുമ്പും കോവിഡിന് ശേഷവും കോവിഡ് സമയത്തും പഠിച്ചവരാണ്. അപ്പോ അതിനെ പറ്റിയിട്ട് എന്താണ് നിങ്ങളുടെ ഒരു കോമെന്റ്? ബിക്കോസ് ഓൾ ദ സപ്പോർട്ട് യു ഗോട്ട് വാസ് ഫ്രം ഓൺലൈൻ. എന്നെ മാത്രമേ കണ്ടിട്ടുള്ളൂ. ദാറ്റ് വാസ് നിങ്ങൾ കോളേജിൽ സെഷൻ എടുക്കാൻ വന്നപ്പോ എന്നെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പാർട്ട് ഫ്രം ദാറ്റ് നിങ്ങൾക്ക് വേറെ എല്ലാം ഓൺലൈൻ സപ്പോർട്ട് ആണ് ഡയറക്ട്ലി ഫ്രം ഓസ്ട്രേലിയ യു ഗോട്ട്. അപ്പൊ അതിനെ പറ്റിയിട്ടുള്ള ഒരു ഇതെന്താണ്? ഓൺലൈൻ ക്ലാസ് എഫക്റ്റീവ് ആണോ? ഓൺലൈൻ ക്ലാസ് എഫക്റ്റീവ് ആണ്. ഐ മീൻ പഠിക്കണം എന്നൊരു ഇതുണ്ടെങ്കിൽ ഓഫ്ലൈൻ ഓൺലൈൻ സെയിം. നമുക്ക് അത് പഠിക്കണം എന്നൊരു ലക്ഷ്യമുണ്ടെങ്കിൽ ഏതാണെങ്കിലും സെയിം. എനിക്ക് സെയിം തന്നെ. ലൈക്ക് ഞാൻ ഓൺലൈൻ ക്ലാസ്സസ് എൻ്റെ കോളേജ് ടൈമിൽ ഞാൻ അധികം ശ്രദ്ധിക്കാതിരുന്ന ആളാണ്. പക്ഷേ വെൻ ഇറ്റ് കംസ് ടു എക്സാംസ് ലൈക്ക് ദിസ്, എസ്പെഷ്യലി വെൻ യു ആർ സ്പെൻഡിങ് എ ലോട്ട് ഓഫ് മണി ഓൺ ദിസ്, ലൈക്ക് അതിന്റെ കോച്ചിങ്ങിനും നമുക്ക് ഒരു സർട്ടൻ എമൗണ്ട് ആകും, പിന്നെ അതിന്റെ എക്സാം നമ്മൾ അറ്റൻഡ് ചെയ്യാനായിട്ട് നമുക്ക് നല്ലൊരു എമൗണ്ട് ആകും. സോ നമുക്ക് ഒരിക്കലും ഉഴപ്പാൻ തോന്നത്തില്ല. ഇത്ര ഒരു എമൗണ്ട് എക്സാം എഴുതുമ്പോൾ നമ്മൾ എന്തായാലും പഠിക്കും. മാത്രമല്ല നമ്മൾക്കൊരു വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഒക്കെ ഉണ്ടായിരുന്നു. സോ കോൺസ്റ്റന്റ്ലി അതിന്റെ പിള്ളേർ ഇങ്ങനെ മെസ്സേജ് അയക്കുകയാണ് ഈ പോർഷൻ ഇതിന്റെ ക്വസ്റ്റ്യൻസിനെ പറ്റി. അപ്പൊ ദേ കീപ് ഓൺ ഡിസ്കസിങ്. സോ വി നോ ദാറ്റ് ഓക്കെ എവറിബഡി ഈസ് പുട്ടിങ് ആൻ എഫേർട്ട്. സോ നമ്മളിങ്ങനെ വെറുതെ ഇരുന്ന് കഴിഞ്ഞാൽ വി കാൺ ക്ലിയർ എന്നുള്ള കാര്യം നമുക്ക് അറിയാം. അതുകൊണ്ട് നമ്മളും എന്തായാലും ഒരു എഫേർട്ട് ഇടും. ഇതെല്ലാം കാണുമ്പോഴത്തേക്കും വീൽ ഓൾസോ സ്റ്റാർട്ട് സ്റ്റഡിങ്. അങ്ങനെ എല്ലാവരും പുഷ് തരും നമുക്ക് പഠിക്കാനായിട്ട്. ഇപ്പോ ഈ ഒരു ജേർണിയില്, നിങ്ങളുടെ ഈ ഒരു എക്സാം ക്ലിയറൻസ് വരെയുള്ള ജേർണിയില് അക്കാഡമിക്കലി നിങ്ങളെ എങ്ങനെയാണ് സപ്പോർട്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും വലിയൊരു സപ്പോർട്ടായിട്ട് തോന്നിയത് എന്തായിരുന്നു? ഓൾ ദ ക്ലാസ്സസ് എല്ലാം ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ക്ലാസ്സസ് ആയിരുന്നു. അതുപോലെ തന്നെ റീകോൾസ്, പിന്നെ മോക്ക് ടെസ്റ്റ് എല്ലാം ഒരു ഓൾമോസ്റ്റ് 30-40 മോക്ക് ഹെൽപ്ഫുൾ. എനിക്ക് അങ്ങനെയാണ്. ഇപ്പൊ ഞാൻ പ്രിപ്പയർ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് നിയർലി മോർ ദാൻ 6 months എനിക്ക് കിട്ടി ആക്ച്വലി പ്രിപ്പയർ ചെയ്യാനായിട്ട്. ഓക്കെ.
സോ ലൈക്ക് ഞാൻ ഇനിഷ്യലി ഒരു 4 months കൊണ്ട് ഞാനിങ്ങനെ പോർഷൻസ് അതും ഇവിടെ ക്ലാസ്സസ് എല്ലാം കണ്ടു തീർത്തു. അപ്പൊ ലാസ്റ്റ് 2 months ഫോർ റിവിഷൻ. യു കാൻ കീപ് ഓൺ വാച്ചിങ് ദിസ് വീഡിയോസ്. അപ്പൊ ഈ റിവിഷൻ പീരീഡിലാണ് നമ്മൾ ഏറ്റവും ഫോക്കസ് ചെയ്യേണ്ടത്. നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ നോട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന നോട്ട്സ് റിപ്പീറ്റഡ് ആയിട്ട് വായിക്കുക, പിന്നെ റീകോൾസ് ചെയ്യുക, മോക്സ് അറ്റംപ്റ്റ് ചെയ്ത് നോക്കുക. കാരണം മോക്സ് ആർ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. മുന്നേ ചോദിച്ച പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആൻഡ് ക്യാപ്സിന്റെ ഏറ്റവും ബെസ്റ്റ് തിങ് ഇസ് ദേ ആർ ആസ്കിങ് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ്. ഓക്കെ, സോ അവർ ആ ക്വസ്റ്റ്യൻ പാറ്റേൺ ചേഞ്ച് ചെയ്യുന്നില്ല. അവർ ആ സെയിം ക്വസ്റ്റ്യൻസ് ആണ് ലൈക്ക് ഓൾമോസ്റ്റ് 75% ക്വസ്റ്റ്യൻസ് നമുക്ക് റിപ്പീറ്റഡ് ആ കിട്ടുന്നത്. വി ജസ്റ്റ് നീഡ് 50% ടു പാസ് ടു എക്സാം. സോ ഒരു ഓൾമോസ്റ്റ് ഷുവർ ആണ് നമ്മൾ പാസ് ആവുന്ന. പക്ഷെ നമ്മൾ മോക്സ് ആൻഡ് അതർ റീകോൾസ് നമ്മൾ നോക്കണം എക്സാമിന് മുന്നേ. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പാർട്ട്. ആൻഡ് അക്കാഡമിക്കലി ഈസ് പ്രൊവൈഡിങ് ഓൾ ദോസ്. ആ മോക്സ് റിപ്പീറ്റഡ് ആയിട്ട് ചെയ്താൽ you will pass. It's there in academically. All were repeat. Same questions are another. Just one final question, right? There will be people looking up to you, right? Because you are seniors to a lot of students in your college also, community also, നാട്ടിലാണെങ്കിലും. അപ്പോ ഒരാള് ഈ ഓസ്ട്രേലിയൻ ഫാർമസി കൗൺസിലിന്റെ ഈ ഒരു പ്രോസസ്സ് ചെയ്യാൻ പോവുകയാണ്. സോ എങ്ങനെയൊക്കെ വന്നാൽ ഇപ്പൊ പുതിയ എക്സാമിനേഷൻ വന്നു കഴിഞ്ഞാൽ പോലും പാറ്റേൺ ഓർ ദി ക്വസ്റ്റ്യൻസ് വിൽ ബി ദ സെയിം, ഡൊമൈൻസ് ഒക്കെ സെയിം ആയിരിക്കും. ഫാർമസിയിൽ പുതിയതായിട്ടൊന്നും കണ്ടുപിടിച്ചിട്ടില്ലല്ലോ ഇതുവരെ. സോ അങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നവർക്ക് എന്താണ് നിങ്ങൾക്കൊരു ഉപദേശം എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ ഒരു സജഷൻ കൊടുക്കാനുള്ളത് വിത്ത് ദിസ് ജേർണി? ഐ തിങ്ക് ദ ന്യൂ എക്സാം ഇസ് ഓപ്ര, റൈറ്റ്? ഓപ്ര എന്ന് പറഞ്ഞ എക്സാം. അപ്പൊ അതിന്റെ അകത്ത് ആക്ച്വലി അവർ കൊടുത്തേക്കുന്ന മൊഡ്യൂൾ ഓൾമോസ്റ്റ് സെയിം ആണ് നമ്മുടെ ക്യാപ്സിന്റെ. സോ ആ മൊഡ്യൂൾസിൽ നിന്ന് ചോദിക്കാൻ പോകുന്ന ക്വസ്റ്റ്യൻസ് ക്യാപ്സിന്റെ സിമിലർ ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അതുകൊണ്ട് ഐ വുഡ് തിങ്ക് അക്കാഡമിക്കലി വുഡ് ഡു എ ഗുഡ് ജോബ് ആ ഒരു കാര്യത്തിൽ. ലൈക്ക് എക്സാംസിനെ പറ്റി പേടിക്കണ്ട, യു വിൽ ബി ഏബിൾ ടു ക്രാക്ക് വിത്ത് അക്കാഡമിക്കലി. ഐ എം ഷുവർ അബൌട്ട് ദാറ്റ്. Preparation, if it is like regardless of academically, with academically or without academically, ഇത് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി പോകുന്ന ഒരാൾക്ക് എന്തായിരിക്കും നിങ്ങളുടെ സൈഡിൽ നിന്ന് പറയാനുള്ളത്? നമ്മൾ ഒരു എഫേർട്ട് ഇടണം, എന്നാലേ നമുക്കിത് ക്ലിയർ ആവത്തുള്ളൂ. വി നീഡ് ലൈക്ക് നമുക്കൊരു ഇൻസൈഡിൽ നമുക്കൊരു ഇത് വേണം, നമുക്ക് ചെയ്യണം, അല്ലെങ്കിൽ നമുക്ക് ഇന്നടത്ത് എത്തണം. സോ നമ്മളെ മോട്ടിവേറ്റ് ചെയ്തില്ലെങ്കിൽ നമുക്കിത് ചെയ്യാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ നമ്മൾ എക്സ്ക്യൂസസ് ഫൈൻഡ് ചെയ്താൽ നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല ഇത്. അപ്പൊ പ്രിപ്പറേഷൻ ആയാലും ലൈക്ക് നമ്മൾ ഒരു പെർട്ടിക്കുലർ ടൈം വെക്കുക. ലൈക്ക് ഇനിയിപ്പോൾ രാവിലെ ഞാൻ 9 തൊട്ട് 4 വരെ പഠിക്കും, എന്നിട്ട് വൈകിട്ട് ഒരു 6 to 8 ഞാൻ റിവൈസ് ചെയ്യും ഇന്ന് പഠിച്ചത്. ലൈക്ക് അങ്ങനെയൊക്കെ നമ്മൾ ടൈം ടേബിൾസ് സെറ്റ് ചെയ്യുക, ഗോൾസ് സെറ്റ് ചെയ്യുക, എന്നിട്ട് ലൈക്ക് നമ്മളത് അച്ചീവ് ചെയ്യാൻ നോക്കുക മാക്സിമം. അപ്പൊ നമുക്ക് എന്തായാലും ക്ലിയർ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ പോർഷൻസ് എല്ലാം കവർ ചെയ്ത് ആ പോർഷൻ ഒരു മോക്ക് ചെയ്യാം. സോ ദാറ്റ് ഓൾസോ വിൽ ബി ഹെൽപ്പ്. ആഫ്റ്റർ കംപ്ലീറ്റിംഗ് പോർഷൻ കഴിഞ്ഞിട്ട് ആ പോർഷന്റെ ഒരു മോക്ക് ചെയ്യുമ്പോൾ ഇറ്റ് ബിക്കംസ് സ്റ്റെപ്പ്. ഓർക്കുകയും ചെയ്യും. എല്ലാ ക്വസ്റ്റ്യൻസ് ഓർത്ത് ലൈക് പോയിന്റ്സ് ഓർത്ത് വെക്കാൻ പറ്റും. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഓർത്ത് വെക്കാനും പറ്റും. That's great. So ഇത്രയായിരുന്നു എനിക്ക് നിങ്ങളുടെ അടുത്ത് നിന്ന് അറിയാനുണ്ടായിരുന്നത്. Once again, congrats to both of you. As I told earlier, it's just a beginning. More to achieve, more to conquer. So we will be there with you. So ഞാൻ initially പറഞ്ഞതുപോലെ once a part of this family, always a part of this family. We are there with you. Even once you reach Australia, we have you, like you have us there, right? So wishing you with good luck, good health, and everything good only in your life, right? So all the best, Jalen. All the best, Jennifer. By this, we come to the. Thank you, Jalen. Thank you, Jennifer. So by this, we come to the end of this interview. So as you have heard, our personal experiences പറഞ്ഞിട്ടുണ്ട്, right? So that's all from my end. Thank you so much. Okay, Thank you. Thank you.